ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിൻസസ് ഹെയർ ബാൻഡ് ആണ് കേട്ടോ ഇത്. അപ്പം വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് ഒരു 10 രൂപയുടെ ഗ്ലിറ്റൻ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഞാനിതാ ഒരു ഹെയർ ക്ലിപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും. രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒന്ന് മാത്രമാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് നെറ്റ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് കളറിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിങ്ക് കളർ തന്നെയാണ് നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ സെയിം അളവിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാനിപ്പോൾ 4 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് 4 പീസിൻ്റെ ആവശ്യമില്ല, 2 പീസ് മതിയാവും. ഇതിൻ്റെ അളവൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പിങ്ക് കളർ ഗ്ലിറ്റൻ ഷീറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 10 രൂപയുടെ ഒരു പിങ്ക് കളർ ഗ്ലിറ്റൻ ഷീറ്റാണ്. എല്ലാ കടകളിലും അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് ഫാൻസി കടകളിൽ നിന്നൊക്കെ വാങ്ങാം കേട്ടോ. ഇനി ഞാൻ ആ ഗ്ലിറ്റൻ ഷീറ്റിൽ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഏതാണ് ഡിസൈൻ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു സെയിം അളവിലുള്ള ഒരു റൗണ്ട് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഡിസൈന് ഒട്ടിച്ച് വെച്ച അതേ റൗണ്ട് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു റൗണ്ടിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഡിസൈന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് എൻഡ് ഭാഗങ്ങളിൽ, അതായത് അത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു ഭാഗം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അവിടെയായിട്ട് എല്ലാ സ്ഥലത്തും ഒരു സ്റ്റോൺ വീതം വെച്ച് ഒന്ന് ഒട്ടിച്ച് ഭംഗിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പിങ്ക് കളർ, ഈ ഒരു ക്ലോത്തിൻ്റെ അളവ് വരുന്നത് ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ നീളത്തിലും 6 സെൻറ്റിമീറ്റർ വീതിയിലുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ റെഡിയാക്കുന്ന ഈ ഒരു മോഡൽ, നമ്മൾ കട്ട് ചെയ്ത മോഡലില്ലേ, അതിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് ക്ലോത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 30 സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു 6 അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നടുവിലൂടെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒന്ന് തുന്നി സ്റ്റിച്ച് ആക്കുന്നുണ്ട്. ഈ ഒരു ക്ലോത്ത് തുന്നിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലിറ്റൻ പേപ്പറിൻ്റെ മോഡലിലേക്ക് ഒന്ന് ഒട്ടിച്ച് സൈഡിലൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. 2 സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാനത് ഒരു പ്ലാസ്റ്റിക് ബ്ലാക്ക് കളർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളിത് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ ചുറ്റിലും ഒട്ടിച്ച് കൊടുക്കാനായിട്ട് സെയിം പിങ്ക് കളറിൽ നിന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്ന് അളന്ന് ആ ഒരു അളവ് നോക്കി തന്നെ കട്ട് ചെയ്തിട്ട് സെയിം ആക്കിയിട്ട് എടുക്കുന്നുണ്ട്.
അത് ഹെയർ ബാൻഡിലൊന്ന് ഗ്ലൂ അപ്ലൈ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് മാത്രമേ ഞാനിപ്പോൾ ഒട്ടിക്കുന്നുള്ളൂ. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ്, പ്രിൻസസ് ഹെയർ ബാൻഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു പേരിട്ടിട്ടോ, പ്രിൻസസ് ഹെയർ ബാൻഡ് എന്നാണ്. അപ്പോൾ അതിന് യോജിച്ചൊരു പേരാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതൊരു ഹേർട്ട് ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈനുള്ള സ്റ്റോണാണ്. അതിനി അതിൻ്റെ ആ ഒരു വലിയൊരു കോണാക്കിയിട്ടുള്ള ഭാഗത്ത് ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്ലിറ്റൻ ഷീറ്റിൽ നിന്ന് തന്നെ കുറച്ച് അധികം നീളത്തിലുള്ള ഒരു പീസ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലായിട്ട് സൈഡിലൂടെ ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്താലാണ് ഇത് നല്ലപോലെ ഒന്ന് ഒട്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതൊരു ക്യാൻവാസിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഈ ഒരു ഹെയർ ബാൻഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടി ഞാൻ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു പിങ്ക് കളർ ഗ്ലിറ്റൻ ഷീറ്റ് തന്നെ ഒട്ടിച്ചൊന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഹെയർ ബാൻഡിൻ്റെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.